ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മൂവീസ് OTT വന്നിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ബൾട്ടി എന്ന മൂവിയാണ്. ഷൈൻ നിഗം നായകനായി വന്ന മൂവിയാണ് ബൾട്ടി. കുറച്ച് കാലമായിട്ട് അത് OTT വരാതെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നല്ലൊരു മികച്ച അഭിപ്രായം തോന്നിയൊരു മൂവിയാണ് ബൾട്ടി എന്ന് പറയുന്നത്. അവസാനം ഇതിപ്പോൾ സോണി ലൈവ് ഏറ്റെടുത്തിട്ടുണ്ട്. ജൂലൈ 10 സോണി ലൈവിൽ ബൾട്ടി സ്ട്രീമിംഗ് ആരംഭിക്കും. എല്ലാവരും കണ്ടു നോക്കേണ്ട മൂവിയാണ്. ഷൈൻ നിഗം അത്യാവശ്യം എഫേർട്ട് ഇട്ട് ചെയ്തൊരു മൂവി പോലെ എനിക്ക് തോന്നി ബൾട്ടി. അടുത്തതായി ഹിന്ദി മൂവി ആയിട്ടുള്ള ഇക്ക എന്ന മൂവിയാണ്. ഇത് അക്ഷയ് ഖന്ന നായകനായി വന്ന മൂവിയാണ് ഇക്ക. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ജൂലൈ 10 ഇക്ക സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി അദ്രു ദ മാൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിനെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. ഇതൊരു മലയാളം മൂവിയാണ്. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ അല്ലെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഇത് മനോരമ മാക്സിൽ ജൂലൈ 10 സ്ട്രീമിംഗ് ആരംഭിക്കും. കണ്ടു നോക്കി അഭിപ്രായം പറയാം. അടുത്തതായി ശ്രീനാഥ് ബാസിയും അതുപോലെ ഫെമിന ജോർജ് ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി വന്ന കറക്കം എന്ന മൂവിയാണ്. ഇതൊരു മ്യൂസിക്കൽ ഹൊറർ കോമഡി മൂവിയാണ്. ഒരു സോംബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് എന്ന മൂവിയാണ് എനിക്ക് കറക്കം. താല്പര്യമുള്ളവരെ കണ്ടു നോക്കുക. സോണി ലൈവിൽ ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി മോളിവുഡ് ടൈംസ് എന്ന മൂവിയാണ്. നെസ്ലിൻ്റെ കരിയറിൽ തന്നെ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മൂവിയാണ് മോളിവുഡ് ടൈംസ്. അതുപോലെ അഭിനവ് സുന്ദർ നായകിൻ്റെ സെക്കൻഡ് മൂവിയാണിത്. വളരെ നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു. എനിക്ക് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി കൂടിയായിരുന്നു ഇത്. അങ്ങനെ പലർക്കും റിലേറ്റബിൾ ആവാൻ ചാൻസ് ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. സോണി ലൈവിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ബാലൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിപ്പോഴും തിയേറ്ററുകളിൽ സൂപ്പറായി ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഒരു ഡ്രാമ മൂവി കൂടിയാണ്. ഇത് C5 ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കാം ബാലൻ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ചാൻസ്. ഇപ്പോൾ ഏതായാലും തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി മുത്തശ്ശി എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. പേഴ്സണലി ഞാൻ ഈ സീരീസ് കണ്ടിട്ടില്ല. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. C5 ഇപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി തെലുങ്ക് സീരീസ് ആയിട്ടുള്ള സൂപ്പർ സുബ്ബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. ഇത് തെലുങ്കിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. പുതിയ OTT അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്ന മൂവി ഏതാണ്? കമൻസുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.